അതോ ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോയിരിക്കുന്ന പെറ്റ്സ് പാർക്കിലോട്ടാണ്. അപ്പോൾ പെറ്റ്സ് പാർക്കിൽ എന്തൊക്കെയാണ് പുതിയ സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന കാര്യം, ഒരു പാർക്കിംഗ് സൗകര്യമൊക്കെ മാറ്റിയിട്ടുണ്ട്. പാർക്കിംഗ് ഒക്കെ പുറത്തൊരു അടിപൊളി ഒരു ഏരിയ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ വണ്ടിയൊക്കെ അറ്റ് എ ടൈം നിർത്താനൊക്കെ പറ്റും. പിന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ മാറ്റി ഫ്രണ്ടിലൊക്കെ ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. പിന്നെ പുതിയ ഐറ്റംസ് എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന കോഴിക്കാർപ്പാണ്. നമ്മുടെ കോഴിക്കാർപ്പൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്, ഒന്ന് തടിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു തീറ്റയൊന്നും തരുന്നില്ല, കാരണം ഒരുപാട് തിരക്കുണ്ട്. നമ്മൾ ഇന്ന് പോയ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു, ഫാമിലീസും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഉള്ള പോലെ ബേർഡ്സിൻ്റെ അടുത്ത് നല്ല തിരക്കായിരുന്നു. കിട്ടിയ ഒരു ഗ്യാപ്പിൽ ഞാൻ കയറി അങ്ങോട്ട് ഫോട്ടോ എടുത്തു. പിന്നെ കിട്ടുന്ന തോന്നില്ല, കാരണം ഓരോരുത്തർ ക്യൂ നിൽക്കുകയാണ് ബേർഡ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ കണ്ട മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ഒരു ഐറ്റം നമ്മുടെ കുരങ്ങായിരുന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അത് ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു. ഇന്നത്തെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടത് പരിചയം, എല്ലാവരെയും കണ്ടുകൊണ്ടാവുന്നു. നല്ല ചാട്ടവും കളിയൊക്കെ ആയിരുന്നു കുരങ്ങ് ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അടുത്തൊരാളെ കണ്ടത് എൻ്റെ ഫോട്ടോ എടുത്തോളം കൊണ്ട് ഒരു പോസ് ചെയ്ത് ഇരിപ്പായിരുന്നു. കണ്ണൊക്കെ എഴുതി ഭയങ്കര സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ പോയത് പാർക്കിലോട്ടാണ്. പാർക്കിലെ ഫസ്റ്റ് ഓഫ് ഓൾ ഹൈലൈറ്റ് ഒട്ടകപ്പക്ഷിയായിരുന്നു. അതിവിടെ മാറ്റി അവർ പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടി, കുറേ ആൾക്കാർക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും. ഒട്ടകപ്പക്ഷി നേരെ അപ്പുറത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒട്ടകപ്പക്ഷിയുള്ളത്. പക്ഷേ ഇത് ഒട്ടകപ്പക്ഷിയല്ല, ഇത് കിവിയാണ്. ഒട്ടകപ്പക്ഷി എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടകപ്പക്ഷി ബാക്കിൽ അവിടെ വയസ്സായിട്ട് അതിനെ പിടിച്ച് കൂട്ടിലിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒട്ടകം ഉണ്ട്, കഴുതയുണ്ട്. കഴുത പോയത്തൊട്ട് ഒരേ സൗണ്ടായിരുന്നു, ഒരേ ബഹളമായിരുന്നു. ഞാൻ ഇവിടുത്തെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബംഗാൾ ക്യാറ്റിൻ്റെ അടുത്താണ്. ബംഗാൾ ക്യാറ്റിൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം, അത് സിംഹത്തിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് അവർ ഫുഡൊക്കെ വെച്ചുകൊണ്ടിരുന്നത് മീനിൻ്റെ ഇറച്ചിയാണ് അവർ വെച്ചു കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ തന്നെ, അടിപൊളി കളറൊക്കെ ആയിരുന്നു അതിന് കാണാൻ. പിന്നെയുള്ള നമ്മുടെ ഈ ആട്ടുംകുട്ടിയായിരുന്നു. പാവം കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നിയിട്ട്, എങ്ങിട്ട് സൗണ്ട് ഉണ്ടാക്കിയാലും അത് നേരെ നമ്മുടെ അടുത്തോട്ട് വരും. നമ്മൾ കുറച്ച് അപ്പുറത്ത് പോയി സൗണ്ട് ഉണ്ടാക്കിയാലും അത് സൗണ്ട് കേട്ടിട്ട് അടുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ സൗണ്ടും അതിൻ്റെ സൗണ്ട് സെയിം ആയതുകൊണ്ടാണോ എന്നറിയില്ല. കുറച്ച് നേരം ഞാൻ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം അതിൻ്റെ സൗണ്ടൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബേർഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ്. ബേർഡ്സിൻ്റെ സെക്ഷനിൽ പറയാണ്ടിരിക്കാൻ വയ്യ. ബേർഡ്സിൻ്റെ പണ്ടത്തെ പോലെ ഒരു ആക്റ്റീവ് ഒന്നുമില്ല, കാരണം അതിന് ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാവുന്നു അത് മുകളിലൊന്നും താഴേക്ക് വരുന്നില്ല. നല്ല തിരക്കുള്ളതുകൊണ്ടൊന്നും ബേർഡ്സ് ഒന്നും താഴേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ തവണ പോയ ടൈമിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. അത് പെട്ടെന്ന് നമ്മുടെ മേത്തൊക്കെ ചാടി വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അതിന് ഫുഡ് ഓവർ ആയതുകൊണ്ടാവുന്നു ആരും വരുന്നൊന്നുമില്ല, വലിയ ആക്റ്റീവ് ഒന്നുമല്ല ആരും. പിന്നെ ഇതിന് പാവം വയസ്സായതുകൊണ്ടാവുന്നു ഒരു കൂട്ടിലിട്ട് ഒരു സൈഡ് മാറ്റി ഇരുത്തിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിന് കുറച്ച് ഏജ് ഓവർ ആയതൊന്നും. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് എന്താ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു കുതിരനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുതിര സവാരി ചെയ്യുന്നുണ്ട്, കുട്ടികളെ എടുത്തിട്ട് കുറച്ച് റൗണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ പോയാലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന കുട്ടികൾ തന്നെയായിരുന്നു ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പാമ്പൊക്കെ ഇവിടെ ഒരു പേടിയില്ലാതെ നിൽക്കുക കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ തന്നെ നോക്കി നിന്നുപോയി. ഇനി ഇത് റബ്ബറാണോ അതോ ഒറിജിനൽ പാമ്പാണോ എന്ന് പോലും അറിയുന്നില്ല. തൊടലും പിടിക്കലൊക്കെ ആയിരുന്നു. അവർക്ക് സുഖമായി ഒരു പേടി പോലും ഇല്ല. ഇവരിനെ കണ്ടിട്ട് നമ്മളെ മേടിച്ച് മാറി നിൽക്കുക. ഇനിയിപ്പോൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പാമ്പ് ഇടാൻ വന്നാൽ 2-3 തവണ ഞാൻ ബാക്കിൽ പോവുക ചെയ്ത് ഇടില്ല എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇവരൊക്കെ കുട്ടികളെ ഇടുന്നു, പിന്നെ നമുക്ക് ഇട്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇടാനേ പോയത്. എല്ലാവരും തൊടാൻ പോലും ആർക്കും പേടിയില്ല. കഴുത്തിലൊക്കെ തട്ടും. നമുക്കത് അരിക്കുമ്പോഴേ ഒരുമാതിരി ഡിസ്റ്റർബൻസ് ആണ്. എനിക്കെന്തോ ഈ ഒരു ചെറിയ പമ്പിന് ഇട്ടതേ ഞാൻ മുഴുവനായിട്ട് എക്സ്പ്രഷൻ ഇട്ട് അവിടെ ചത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ അടുത്ത പേടിക്കുള്ള അവാർഡ് വേറെ ആർക്കുമല്ല, അതിൻ്റെ സ്വന്തം ചേച്ചിക്ക് തന്നെയാണ്. അവളും അതുപോലെ പേടിച്ച് വരച്ചിട്ടാണ് നിന്നത്. അത്രയും നല്ല പേടിയായിരുന്നു. അത് മുഖത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എത്ര ചിരിച്ച ഫോട്ടോസാണെങ്കിൽ എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല, പേടിച്ച് നിൽക്കുമല്ലോ പാവം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പെറ്റ്സ് പാർക്കിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ